ഹലോ ദിസ് ഈസ് അഭിനന്ദ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനും കണ്ട പോലെ തന്നെ ഒരു ടൂർ വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ഞാനൊരു 2:30 അലാറം വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 2:45 ഒക്കെ ആയി എണീറ്റ് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ചായ കുടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ദോശയും അതുപോലെ തന്നെ തക്കാളി കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൂടുതലായിട്ടൊന്നും പോകില്ലല്ലോ, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ദോശയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ക്രാക്സ് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ ബസ് കയറിയിട്ടു. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നൊക്കെ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടില്ല, എന്നാലും ആ ഒരു ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ ആരും ശ്രദ്ധിക്കാനല്ലേ, നമ്മളൊക്കെ ട്രിപ്പ് വൈബാകാനല്ലേ നോക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ടൂറിൻ്റെ വൈബിലേക്ക് വന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഡാൻസും കാര്യങ്ങളും വീഡിയോ എടുപ്പും എല്ലാം സെറ്റായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. കളിക്കൂല എന്ന് വിചാരിച്ചതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസും കാര്യങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ ഒരു നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല ആംബിയൻസ് ആയിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും എടുത്തു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് വെച്ചാൽ വെള്ളപ്പം ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രെഡ് ടോസ്റ്റിൽ ജാമ് തേച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു, പിന്നെ ചായ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെയും നല്ല ആംബിയൻസ് ആണല്ലോ, അതിന് പുറത്തും അകത്തൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ആസ്വദിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഈ ഒരു റിസോർട്ട് വന്നിട്ട് പാലക്കാടാട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി സെറ്റായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ വെളുത്തത് കൊണ്ട് തന്നെ അങ്ങനെ ലൈറ്റും ഡിജയും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ മയങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ നല്ല വൈബ്, നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഒന്നും ഇങ്ങനെയൊന്നും കാണാനേ പറ്റുന്നില്ല, കാരണം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷേ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളും കേട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാറ്റാടി ആ ഒരു ഏരിയ എന്ത് സെറ്റാണ്. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ. നമ്മൾ തമിഴ്നാട് ആ ഒരു റേഞ്ച് ആ ഒരു ബോർഡർ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനും ഒരു റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാട്ടോ ഇങ്ങനെ നാച്ചുറലിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരം കയറുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും മാറി ഇരിക്കുകയായിരുന്നു. വിൻഡോ സീറ്റ് മാറി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല വൈബാണ്. ഇത് കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ കണ്ടിരിക്കും വേണം, തണുപ്പും കൂടുകയാണ്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പോയവർക്കൊക്കെ അറിയാം, സെറ്റാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ കാണുന്നില്ല, ഫുൾ മഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. അടുത്തുള്ള കുറച്ച് മരങ്ങളും കാര്യങ്ങളും കാണാം. എന്നാലും നമുക്ക് കാണാം കേട്ടോ, നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രകൃതി ഭംഗിയൊന്നും പറഞ്ഞ് വർണ്ണിച്ചാലൊന്നും അത്രയൊന്നും പോരാ. അതൊക്കെ കണ്ട് നേരിട്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ. നല്ലൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാണാനാണെങ്കിലും ആസ്വദിക്കാനാണെങ്കിലും അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങ് നീങ്ങിയിട്ടോ.
പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടൈക്കനാൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്കൂളത്തെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഹാരാജാസ് ഹോട്ടലിലേക്ക് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ആ ഒരു ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ സലാഡും അച്ചാറും ഒക്കെ ആയിരുന്നു. ബിരിയാണി മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. ഞാൻ വിചാരിച്ചു മസാലയൊക്കെ കൂടി അല്ലെങ്കിൽ കുറഞ്ഞോ അല്ലെങ്കിൽ ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്ത് കോടമഞ്ഞാണ്, നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ കറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കാൻ ഇറങ്ങി. എന്തൊക്കെയാണ് കൊടൈക്കനാൽ കാണാനുള്ളത് നോക്കാം. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊടൈക്കനാലിലുള്ളൊരു ലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നിന്നിട്ട് ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടോ. നല്ലൊരു വൈബായിരുന്നു. നമുക്കൊക്കെ കണ്ട് നിൽക്കാം. അതുപോലെ തന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സൈക്ലിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സൈക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ സൈക്ലിങ്ങിന് വേണ്ടി പോകുമ്പോൾ കൂടി വരിക കേട്ടോ. ആ ഒരു കോടമഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടോ. പക്ഷെ തണുപ്പ് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ സൈക്കിളും കാര്യങ്ങളും വാങ്ങിച്ചു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ആ ഒരു കോടമഞ്ഞിൽ സൈക്കിൾ ചെയ്യാൻ വേറൊരു രസമായിരുന്നു, വേറൊരു വൈബായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സിംഗിൾ പിക്ക് എടുത്തിട്ടു. എനിക്ക് ഈ ഒരു പിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വീഡിയോയിലും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് കോട കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ വീഡിയോയിൽ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെ. പിന്നെ പാർക്ക് ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഞങ്ങൾ നേരത്തെ സൈക്ലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വന്നതുകൊണ്ട് അവിടെ പാർക്കിൽ കുറച്ച് നേരം കളിച്ചു കേട്ടോ. പിന്നെ നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. കാരണം ആ ഒരു തണുപ്പത്ത് ആ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ചൂടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടോ. ഡേ വൺ ഞാൻ എൻജോയ് ചെയ്ത് നല്ല അടിച്ചു പൊളിച്ചിട്ടോ. നല്ല വൈബായിരുന്നു. ആ ഒരു തണുപ്പത്ത് നമ്മൾ ആ ഒരു ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതൊക്കെ അനുഭവിച്ചവർക്കറിയാം അത്ര അടിപൊളിയാട്ടോ. അതിനുശേഷം ഞാൻ റിസോർട്ടിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഉള്ള റിസോർട്ടാട്ടോ അത്. പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നുമല്ല കേട്ടോ. നൈറ്റ് ഫുഡ് നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. പൊറോട്ട ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മഹാരാജാസിൽ തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡേ 2 വൈകാതെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് അഭിനന്ദ്. ബൈ.